ഇനി നമ്മൾ മലപ്പുറത്തേക്ക് പോയാൽ അവിടെ കാളികാവിലെ ആളെക്കൊല്ലി കടുവയ്ക്കായി ദൗത്യം 9ാം ദിവസത്തിലാണ്. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിലാണ് തെരച്ചിൽ നടത്തുന്നത്. 3 കൂടുകളും ലൈവ് ക്യാമറയും നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, എന്താണ് ദൗത്യ സംഘത്തിന്റെ പ്രതീക്ഷ? ദൗത്യം ഇപ്പോൾ 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആര്യ, ദൗത്യം കാലവർഷം കണക്കുന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞ മേഖലകളിൽ ദൗത്യസംഘം തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു കാൽപാദം കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിൽ, എസ്റ്റേറ്റ് മേഖലകളിൽ ആണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഇന്നിപ്പോൾ രാവിലെ കേരള എസ്റ്റേറ്റിന്റെ C1 ഡിവിഷനിലാണ് കൂടുതൽ ദൗത്യസംഘങ്ങൾ ഉള്ളത്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം കണ്ടത് എന്നതുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത്. 3 കൂടുകൾ ഇതിനോടകം തന്നെ കടുവയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. റാവുത്തർ ഭാഗത്തുകാട്, അതായത് കടുവ ഗഫൂറിനെ കൊന്ന മേഖല, അവിടെ 2ഉം അതുപോലെ സുൽത്താന എസ്റ്റേറ്റിന്റെ മേഖലയിൽ 1ഉം ആണ് കൂടുകൾ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ലൈവ് ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഈ കൂടുകൾ ഇപ്പോഴുള്ളത്. പക്ഷേ എവിടെയും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദൗത്യസംഘത്തെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ചെങ്കുത്തായ പ്രദേശങ്ങളാണ് ഈ ഒരു എസ്റ്റേറ്റിനോട് ചേർന്ന്, സൈലന്റ് വാലി മലനിരകളോട് ചേർന്നുള്ള മേഖലകൾ. അവിടെയൊക്കെ ദൗത്യം അതീവ ദുഷ്കരമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. മഴ കൂടി വരുന്നതോടെ സാഹചര്യം കുറച്ചുകൂടി മോശമാകുന്നൊരവസ്ഥ. എന്നിരുന്നാൽ തന്നെയും സാധ്യമായ എല്ലാം സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുക്കി വനം വകുപ്പ് ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നത് ദൗത്യത്തിന് അല്പം തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി